ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ശബരിമലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ശബരിമലയിൽ താൽക്കാലിക സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കാൻ വിമുക്ത ഭടന്മാർക്കും കേന്ദ്ര സംസ്ഥാന സേനകളിൽ നിന്നും വിരമിച്ചവർക്കുമാണ് അവസരം വന്നിട്ടുള്ളത്. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നീ ക്ഷേത്രങ്ങളിൽ കൊല്ലവർഷം 1200 ആണ്ടിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക സെക്യൂരിറ്റി ഗാർഡായി സേവനം അനുഷ്ഠിക്കാൻ വിമുക്ത ഭടന്മാർക്കും സംസ്ഥാന പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് തുടങ്ങിയ സേനകളിൽ നിന്നും വിരമിച്ചവർക്കുമാണ് അവസരം വന്നിട്ടുള്ളത്. മേൽപ്പറഞ്ഞ ഏതെങ്കിലും സർവീസിൽ കുറഞ്ഞത് 5 വർഷം ജോലി നോക്കിയിട്ടുള്ളവരും 65 വയസ്സ് പൂർത്തിയാകാത്തവരും ശാരീരിക ശേഷിയുള്ളവരുമായ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണ് അവസരം ലഭിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിദിനം 900 രൂപ വേതനം ലഭിക്കുന്നതാണ്. താമസം, ഭക്ഷണം എന്നിവ സൗജന്യമായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.travancoordevasamboard.org എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ കൂടി അപേക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നിങ്ങളുടെ ഫോട്ടോയും അനുബന്ധ രേഖകളും ഉൾപ്പെടെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നന്ദൻകോട്, കവടിയാർ PO, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് sptdbvig@gmail.com എന്ന മെയിൽ അഡ്രസ്സിലോ അയക്കാവുന്നതാണ്. ഓൺലൈനും ഇമെയിൽ വഴി അപേക്ഷിക്കുന്നവർ നേരിട്ട് അപേക്ഷ പോസ്റ്റിൽ അയക്കേണ്ടതില്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 24/8/2024 വരെയാണ്. നിശ്ചിത തീയതിക്കുള്ളിൽ ലഭിക്കുന്ന അപേക്ഷകരെ 30/8/2024 രാവിലെ 10 മണി മുതൽ ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദ്വാരക ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസുമായി അല്ലെങ്കിൽ 047123164775 എന്ന നമ്പറിൽ ഓഫീസ് സമയം ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സാംസ്കാരിക വകുപ്പിൻ്റെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് വിവിധ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. പ്രായപരിധി വരുന്നത് 50 വയസ്സാണ്. എഴുത്തു പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. പൂരിപ്പിച്ച അപേക്ഷകൾ സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം, അനന്തവിലാസം, കൊട്ടാരം, ഫോർട്ട് PO, തിരുവനന്തപുരം 23 എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് 31 സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ഇലക്ട്രീഷ്യൻ കം പ്ലംബർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ITയിൽ നിന്നും പാസ്സായ 18 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ജോലികളിലുള്ള മുൻ പരിചയവുമാണ്. അടുത്തത് AC പ്ലാന്റ് ഓപ്പറേറ്റർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് മെക്കാനിക്കൽ ഡിപ്ലോമയും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ITയിൽ നിന്നും പാസ്സായ 18 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും 5 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അടുത്തത് ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ITയിൽ നിന്നും പാസ്സായ 18 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇലക്ട്രോണിക്സ് ജോലികളിലുള്ള മുൻ പരിചയവുമാണ്. അടുത്തത് ഗാർഡനർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസ യോഗ്യതയും ഗാർഡനിങ്ങിൽ ഏതെങ്കിലും ലിമിറ്റഡ് കമ്പനികളിലോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ ഉള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ബ്ലോക്ക് കോർഡിനേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. 2 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലുള്ള ഓപ്പൺ, ഈഴവ അല്ലെങ്കിൽ തീയ അല്ലെങ്കിൽ ബില്ലവ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം 20,000 രൂപയാണ്. പ്രായം 1/1/2024 18-നും 35-നും ഇടയിലാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാല ബിരുദവും ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്.
കൂടാതെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും പറയാനുമുള്ള കഴിവുണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 24-നകം നിങ്ങളുടെ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. സംവരണ വിഭാഗക്കാരുടെ അഭാവത്തിൽ മറ്റ് സമുദായക്കാരെയും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.